ടു ജുലിനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ലിവർ റോസ്റ്റാണ്. അത് വളരെ ഈസിയായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുന്നേ ഞാൻ ബീഫ് ലിവർ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആണ് നമ്മൾ ഈ ചിക്കൻ ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഇത് ബിഗിനേഴ്സിനെ കൂടെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കൻ്റെ ലിവർ നന്നായി കഴുകി വിനാഗിരി ഉപ്പൊക്കെ ഉള്ള വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വേണം. അത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, പച്ചമുളക് ഒരു 6 എണ്ണം നീളത്തിലരിഞ്ഞത്, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ ലിവർ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ലിവർ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അല്പം ഉപ്പ്, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഇനി ഇതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറിലേക്ക് ഈ അരപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന മെത്തേഡാട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കടായിലേക്ക് ഈ ലിവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി 2ആയി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ലിവറിൽ നിന്നും വെള്ളം വരും. അപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഇത് അടിയിലൊന്നും പിടിക്കില്ല. പക്ഷെ അല്ലാത്ത പാത്രങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചു ആദ്യം. അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ചു. അപ്പോഴേക്കും കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ ലിവറിന് അധികം വേവില്ല കേട്ടോ. 2 മിനിറ്റും കൂടെ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം.
ലിവർ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, വേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും നേരം നമ്മൾ കുക്ക് ചെയ്തപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം കേട്ടോ. ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ടത്. വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഉള്ളിയും വേപ്പിലയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലിവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് അല്പം കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് ഇട്ട് കൊടുത്താൽ. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഈസി മെത്തേഡിൽ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തു നോക്കണം. പ്രത്യേകിച്ച് ആദ്യമായി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ബീഫ് ലിവർ പെപ്പർ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചിക്കൻ ലിവർ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഈസിയായി ചിക്കൻ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.